ഏവർക്കും ജനതാ ചാനൽ ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ 30ാം ചരമവാർഷികമാണല്ലോ 2024 ജൂലൈ 5. ഈ ദിനത്തോടനുബന്ധിച്ച് നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി ശ്രേയ സുരേഷ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രധാന കൃതികളിലൊന്നായ മതിലുകൾ എന്ന നോവലിൻ്റെ വായനാനുഭവമാണ് നമ്മോടൊപ്പം ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഏകാന്തമായ ഹൃദയം അതിൻ്റെ മഹാതീരത്തു നിന്ന് വന്നു ചേരുന്ന ശോകകാലമാണിത്. ഇന്ന് ജൂലൈ 5. മലയാളത്തിൻ്റെ സാഹിത്യകാരനായ ബഷീറിൻ്റെ ഈ ചരമദിനത്തോടനുബന്ധിച്ച് ഞാൻ നിങ്ങളുമായി മതിലുകൾ എന്ന നോവലിൻ്റെ ഒരു വായനാനുഭവമാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ, കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. 1964 കൗമുദി ആഴ്ചപ്പതിപ്പിൽ ഓണം വിശേഷാൽ പ്രതിയിലാണ് ആദ്യമായി മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്തമായ ഒരു പ്രേമകഥയാണിത്. മറ്റു കൃതികളെ പോലെ തന്നെ ഈ നോവലും ആത്മകഥാപരമാണ്. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ നോവലിൽ ആവിഷ്കരിക്കുന്നത്. ഒരു മതിലിനപ്പുറമുള്ള സ്ത്രീ ജയിലിലെ നാരായണി എന്ന സ്ത്രീയെ അദ്ദേഹം പരിചയപ്പെടുന്നു. തുടർന്ന് അവർ പ്രണയത്തിലാവുന്നു. നാരായണിയെ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ലെങ്കിലും അവർ തമ്മിൽ അഗാധ പ്രണയത്തിലാണ്. അവർ തമ്മിൽ വേർതിരിപ്പിക്കപ്പെട്ട ആ മതിൽ അവരുടെ പ്രണയത്തിന് ഒരു ഭംഗവും വരുത്തുന്നില്ല. നോവലിലെ അനിയൻ ജയിലർ എന്ന് വിശേഷിപ്പിക്കുന്ന വാർഡനാണ് ബഷീറിന് തോട്ടം സൂക്ഷിപ്പുകാരൻ എന്ന ചുമതല നൽകുന്നത്. തുടർന്ന് തോട്ടത്തിലെ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള റോസാപ്പൂ ചെടികളെ അദ്ദേഹം പരിപാലിക്കുന്നു. ഒരിക്കൽ നാരായണി ഒരു റോസാപ്പൂ തൈ ചോദിക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണ മനസ്സാലെ അത് നൽകുന്നുമുണ്ട്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തെ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഒരെണ്ണം മതി, തരുമോ? ഓ, എന്തൊരു ചോദ്യമാ നാരായണി ഇത്. തരുവോന്ന്? നാരായണി, അവിടെ തന്നെ നിക്കണേ, ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? കേട്ടു. നാരായണി, നാരായണി, എന്തോ? ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കള്ളി. റോസാച്ചെടി കൊണ്ടുവന്നു. സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? നാരായണി, ചുവട്ടിലെ കെട്ടഴിക്കരുത്. ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക. എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം. കേട്ടോ? കേട്ടു. എന്നാ ദാ വരുന്നു. കിട്ടിയോ? ദൈവമേ, കിട്ടി. താൻ മതിലിനപ്പുറത്തുണ്ട് എന്നറിയിക്കുന്നതിനു വേണ്ടി ഇരുവരും ഒരു ഉണക്ക ചുള്ളിക്കമ്പ് മുകളിലേക്ക് എറിഞ്ഞു കാണിക്കും. കൂടാതെ പല ആഹാര സാധനങ്ങളും റോസാപ്പൂക്കളുമെല്ലാം അവർ കൈമാറും. ഞാൻ ഈ കായ് വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും കൊടുക്ക്, നാരായണിയുടെയും എൻ്റെയും പേര്. നാരായണി ചോദിച്ചു, എന്നെ മാത്രം സ്നേഹിക്കുമോ? ഞാൻ ചോദിച്ചു, എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ നാരായണി ലേശം വേദനയോടെന്നാവണം പറഞ്ഞു. എന്നേക്കാൾ സുന്ദരികളുണ്ട്, ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ സുന്ദരനൊന്നുമല്ല. അവൾ പറഞ്ഞു, എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. അവൾ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്നു കരയും.
കാറ്റും മഴയും ഇടിക്കുടുക്കവുമുള്ള ഘോരരാത്രി വന്നു. വെളിച്ചത്തിൽ മുങ്ങിയ ഇരുമ്പഴിക്കൂട്ടിൽ ഞാൻ ഇരിക്കുന്നു. സ്ഫടിക കമ്പികൾ പോലെ മഴവെള്ളം വീഴുന്നുണ്ട്. ചരൽ വാരി എറിയുന്ന പോലെ. ഈശ്വരന്റെ അനുഗ്രഹം. പെയ്യട്ടെ മഴ, കൊടുങ്കാറ്റ് വീശി അടിച്ചോളൂ. പക്ഷേ മരങ്ങളെ ഒന്നും പിഴുതെറിയല്ലേ. മേഘങ്ങളെ പതുക്കെ പതുക്കെ ഗർജിക്കുക. നിങ്ങളുടെ ഈ ഘോരട്ടഹാസം കേട്ടാൽ പാവം സ്ത്രീകൾ ഭയന്നു പോകും. പതുക്കെ പതുക്കെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി മതിലുകൾ എന്ന നോവൽ വായിക്കുന്നത്. അന്ന് ഒരു അനുവാചകൻ്റെ അനുഭവമായിരുന്നു അന്ന്. അദ്ദേഹത്തിൻ്റെ പല നർമ്മരംഗങ്ങളും ഇന്നും എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നു. വർഷങ്ങൾ ഇത്രയായിട്ടും ആ വായനാനുഭവം എന്നെ ഇന്നും പിടിച്ചുലയ്ക്കുന്നു. ബഷീറിൻ്റെ ഈ ചരമദിനത്തിൽ എൻ്റെ ഈ വായനാനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്കും, നാരായണയുടെ എന്റെയും പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കുമോ? എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നും അല്ല. ഞാനും സുന്ദരനൊന്നും അല്ല. എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാത്രി കിടന്ന കരയും.